Okay, friends. Now we can discuss about Arab Spring that happened in Egypt, and also it started from Tunisia, and later to Egypt, Libya, Syria, and Yemen, and all other Arabic nations. So it's a people's agitations against the corruption and people who are facing poverty or dissatisfaction by the existing rule. They began to revolt against the government. എന്താണ് ഇത്തരത്തിലുള്ള വിപ്ലവങ്ങളുടെ ആ, അടിസ്ഥാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് നിലനിൽക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ജനഹ ജനഹിതം മാനിക്കാതെ പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാരുകളെയും ജനകീയ പ്രക്ഷോഭം ഇല്ലാതാക്കിയിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവർക്ക് വേണ്ടി ഭരിക്കുമ്പോഴാണ്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അവർ അവരുടെ കൂടെ നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം ജനങ്ങൾ ഭരണാധികാരികൾക്കെതിരായിട്ടും അധികാരം ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള ഒന്നല്ല എന്നുള്ള ബോധ്യം അത് ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന സന്ദർഭങ്ങൾ ചരിത്രത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് അല്ലെങ്കിൽ പല ഏടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അവരുടെ ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി അവർക്ക് നല്ല തൊഴിൽ കൊടുക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അധികാര ദുഷ്പ്രഭുത്വം അല്ലെങ്കിൽ അഴിമതി, കെടുകാര്യസ്ഥത, ഇതൊക്കെ കൊണ്ട് തന്നെയും പല രാജ്യങ്ങളിലെയും ആളുകൾ നിലനിൽക്കുന്ന സർക്കാരുകൾക്കെതിരായിട്ട് കലാപത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈജിപ്തിനെ സംബന്ധിച്ച് ഈജിപ്തിലുണ്ടായിട്ടുള്ള ഈ ഒരു അജിറ്റേഷൻസ് അല്ലെങ്കിൽ ഒരു കലാപം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ പറയില്ല, എല്ലാ കലാപങ്ങൾക്കും ഒരു പെട്ടെന്നുണ്ടാവുന്ന കാരണങ്ങൾ, പെട്ടെന്നുണ്ടായ കലാപങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ കാരണങ്ങൾ. ഇപ്പോൾ നമുക്ക് 1857 വിപ്ലവത്തിൽ നമ്മൾ പറയാറുണ്ട് പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ ഇതിനും ഒരു കാരണമായിട്ട് വന്നത് ടുണീഷ്യയിൽ സംഭവിച്ച ഒരു പച്ചക്കറി കച്ചവടക്കാരൻ അവിടെ പച്ചക്കറി കച്ചവടം നടത്താൻ പറ്റത്തില്ല എന്ന് പോലീസ് പറയുകയും ഒരു വനിതാ പോലീസ് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൽ മനോവിഷമം കൊണ്ട് ജീവിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു ഗവൺമെൻറ് ഓഫീസിന് മുമ്പിൽ പോയി തീ കൊളുത്തി മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ആത്മഹത്യ ചെയ്തൊരു സംഭവമുണ്ട്. ഇത് വലിയ രീതിയിൽ മാധ്യമങ്ങളിലൂടെയും പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയും പടർന്ന് പന്തലിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം ഒരുപക്ഷെ ആ ഒരു സംഭവത്തിലൂടെ ജനങ്ങൾ ആ സമയത്ത് കാത്തിരുന്ന ഒന്നായിരിക്കണം. അതുവരെയും അത്രയും കാലം അവർ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന അവരുടെ സർക്കാർ വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയും ആ സമയത്ത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും അത് ബാക്കി എല്ലാ രാജ്യങ്ങളിലും അത് സംഭവിക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടേതായൊരു ഇടപെടൽ അതിനകത്ത് പലതരത്തിലുള്ള അവിടെ ജനങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. അതിനകത്ത് മറ്റു ചില ഓർഗനൈസേഷൻസ് ഒന്നും വരുന്നില്ല, അത് കാര്യമായിട്ട് വരുന്നില്ല. ആ തരത്തിൽ ഒരു ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു വാദം, അതിനകത്ത് ഒരുപക്ഷെ മതസംഘടനകളോ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകളോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റുകളോ അതല്ലെങ്കിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ ആ രാഷ്ട്രീയ പാർട്ടിയിൽ മാറി വന്നവരോ ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ചില പാഠങ്ങളായിരുന്നു സ്വേച്ഛാധിപതികൾക്കും അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പുകൾക്കും അല്ലെങ്കിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും അധികാര ദുഷ്പ്രഭുത്വം കൊണ്ട് നടക്കുന്നവർക്ക് ചെറിയ ചെറിയ കൊട്ടുകൾ ജനങ്ങൾ കൊടുക്കാറുണ്ട്. ആ തരത്തിലാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. The Arab Spring is widely believed to be having instigated by dissatisfaction. നേരത്തെ പറഞ്ഞ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി, പർട്ടിക്കുലർലി ഓഫ് യൂത്ത് ആൻഡ് യൂണിയൻ. പല ഓർഗനൈസേഷൻ സംഘടനകളുണ്ട്, അതേപോലെ യുവാക്കളും അവർക്കിടയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അസംതൃപ്തി, അതാണ് ഇതിൻ്റെ കാരണമായിട്ട് വരുന്നത്. അത് അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിനുള്ള സംഭവമാണെങ്കിലും
ആ ലോക്കലായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം പോലും ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള മൂവ്മെൻ്റായിട്ട് മാറാൻ വലിയ താമസമൊന്നും വേണ്ട. Though some have speculated that wide gap in income levels and the pressures caused by the Great Recession may have had a hand as well. ഇതിനോടൊപ്പം തന്നെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ട്, എക്കണോമിക് റിസഷനുണ്ട്. പിന്നെ അവരുടെ താഴ്ന്ന നിലവാരത്തിലുള്ള ഇൻകം ലെവലുണ്ട്. ഇതൊക്കെ തന്നെ അവർക്ക് വലിയൊരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ഇതും ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. So the Arab Spring was a series of anti-government protests or uprisings and armed rebellion. അപ്പോൾ ഇതൊരു അപ്രൈസിങ് ആയിരുന്നു, ഇതൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ്, ആൻറ്റി ഗവൺമെൻറ് പ്രൊട്ടസ്റ്റാണ് that spread across much of the Arab world in the early 2010. 2010 കാലഘട്ടം 11 അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ 2010 കാലഘട്ടം മുതലേ തന്നെ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ തന്നെയും അവിടെയൊക്കെ തന്നെയുള്ള ജനങ്ങൾക്കിടയിൽ, അതിനകത്ത് എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്, നേരത്തെ പറഞ്ഞ എല്ലാ ശ്രേണിയിൽ നിന്ന് ആളുകൾ ഉൾപ്പെടുന്ന ഒന്നായിരുന്നു. It began in response to corruption and economic stagnation and was influenced by the Tunisian Revolution. ടുണീഷ്യയിൽ ഉണ്ടായിട്ടുള്ള റെവല്യൂഷന് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് ഈ കറപ്ഷനെതിരായിട്ടും എക്കണോമിക് സ്റ്റാഗ്നേഷനൊക്കെ എതിരായിട്ടും ഒക്കെ തന്നെ നിലനിൽക്കുന്ന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ട് ജനങ്ങൾ സംഘടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ദ ഫ്ലെയിം ഓഫ് ഫ്രം ടുണീഷ്യ. ആ ടുണീഷ്യയിൽ നിന്നാണ് ആ തീപ്പരി ഉണ്ടായിട്ടുള്ളത്. എന്താ അതിൻ്റെ സംഭവം? മുഹമ്മദ് ബയാസിസി എന്ന് പറയുന്ന 26 വയസ്സുകാരനായ ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ടവൻ, അദ്ദേഹം ഫ്രൂട്ട്സും വെജിറ്റബിൾസും വിൽക്കാൻ വേണ്ടി ഒരു റൂറൽ ടൗണായ സിദി ബോസിൽ പോകുന്നുണ്ട്, ദാറ്റ് ഈസ് ടുണീഷ്യയിൽ. അതിനുവേണ്ടി അദ്ദേഹം പോവുകയും അദ്ദേഹം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിഡോവോഡായിട്ടുള്ള അതിൻ്റെ ഭർത്താവില്ലാത്ത അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയ ബയാസിസി, തൻ്റെ അമ്മ വിഡോവായിട്ടുള്ള അമ്മയെ സഹായിക്കണം, അമ്മയ്ക്ക് ആഹാരം കൊടുക്കണം, അല്ലെങ്കിൽ അവരെ നോക്കണം. അപ്പം അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ട് ഏറെ പിന്നാക്കം നിൽക്കുന്ന അദ്ദേഹം മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ, വരുമാന മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ജോലിയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ആ കച്ചവടം നടത്താൻ അവിടെ അനുവാദമില്ല, സ്ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരു പോലീസുകാരൻ സംസാരിക്കുകയും അദ്ദേഹത്തോട് തൻ്റെ ഈ ഉടൻ കാർട്ടെടുത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം എനിക്ക് വേറെ മാർഗ്ഗമില്ല, ഞാനിവിടെ ജോലി ചെയ്യും, ഞാനിവിടെ കച്ചവടം നടത്തും എന്ന തരത്തിലേക്കുള്ള വാശി പിടിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ആ സമയത്തൊരു പോലീസ് വുമൺ, ഒരു സ്ത്രീ പോലീസുകാരി അദ്ദേഹത്തെ ആക്രമിക്കുകയും അല്ലെങ്കിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ മനംനൊന്ന് അദ്ദേഹം എന്ത് ചെയ്തത്, പോയി angered after being publicly humiliated, he marched on front of a government building and set himself on fire. So we can see that fire in this picture. ഇത്തരം സമാനമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിലും അങ്ങനെയുള്ള മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനൊക്കെ എതിരായിട്ടൊക്കെ രീതിയിലും ആ സമയത്തൊക്കെ തന്നെയും ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ചെയ്യുന്നത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു വികാരം ഉണ്ടാക്കുകയും അത് കത്തിപ്പടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. His act of desperation resonated immediately with others in the town. Protest began that day in Sidi Bausit, captured by cell phone cameras and shared on the internet. അപ്പോൾ ഇത് വളരെ കാട്ടുതീ പോലെ പടരുകയാണ് ഈ ഒരു സംഭവം. അത് ആ സംഭവങ്ങളൊക്കെ തന്നെയും ഇൻ്റർനെറ്റ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ തന്നെയും പടർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. Within days, protests started popping up across the country, calling upon President Sini al-Abdine bin Ali and his regime to step down. About a month later, he fled. അപ്പോൾ ജനങ്ങൾ മുഴുവൻ ഇളകുന്ന ഒരു സാഹചര്യമുണ്ടായി. And the momentum in Tunisia set off uprising across the Middle East that became known as the Arab Spring. അപ്പോൾ ഈ ടുണീഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പോപ്പുലർ അജിറ്റേഷൻസ് അത് ബാക്കിയുള്ള എല്ലാ അറബ് നേഷൻസിലൊക്കെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഉള്ള മിക്കവാറും രാജ്യങ്ങളിലേക്ക് ഇത് പടരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അതിനെയാണ് അറബ് സ്പ്രിംഗ് എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. A year after, the young Tunisian became a martyr
Why does the Arab world stand on demands for democracy? അപ്പോൾ ഇവിടെ അറബ് രാഷ്ട്രത്തിൽ ആ, ആ, അവിടെ ഡെമോക്രസിക്ക് എന്താണ് സ്ഥാനം, അവിടെ ഡെമോക്രസി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് തന്നെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതിൽ വളരെ ദർശിക്കാൻ കഴിയുന്നത്. Tunisia's Jasmine Revolution. The first demonstration took place in central Tunisia in December 2010, catalyzed by the self-immolation of Muhammad Bouazizi. അപ്പോൾ നമ്മളത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണം വലിയൊരു ഒരു സ്പ്രെഡ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. A protest movement dubbed the Jasmine Revolution in the media quickly spread through the country. അപ്പോൾ സോഷ്യൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ ആണല്ലോ വലിയൊരു ഒരു മാധ്യമ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ. നിങ്ങളൊരു ന്യൂ ജനറേഷൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള ആണെങ്കിൽ തന്നെയും അന്നും സോഷ്യൽ മീഡിയ വലിയൊരു പ്രാധാന്യത്തോടു കൂടി ഈ വാർത്തകൾ പ്രചരിപ്പിക്കുകയും and protest movement dubbed the Jasmine Revolution in the media quickly spread through the country. The Tunisian government attempted to end the unrest by using violence against street demonstrations and by offering political and economic concessions. എന്നാൽ ഈ ഒരു പ്രശ്നമായപ്പോഴത്തേക്ക് സർക്കാർ കുറച്ച് കൺസെഷനൊക്കെ കൊടുത്തു. പക്ഷെ അത്തരം കൺസെഷനിലൊന്നും ഇത് അണയ്ക്കാൻ പറ്റുമായിരുന്നില്ല ഇതിൻ്റെ തീ. However, protests soon overwhelmed the country's security forces, compelling the president Ibni Ben Ali to step down and flee the country on January 14, 2011. In October 2011, Tunisians participated in a free election to choose members of a council tasked with drafting a new constitution. A democratically chosen president and prime minister took office in December 2011. അപ്പം അങ്ങനെ ജനങ്ങൾ തന്നെ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. And a new constitution was promulgated in January 2014. In October-November 2019, Tunisia became the first country of the Arab Spring protesters or protest to undergo a peaceful transfer of power from one democratically elected government to another. അപ്പോൾ അഴിമതിയും പിന്നെ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ കെടുകാര്യസ്ഥ കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു ഗവൺമെൻറ്റിനെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഗവൺമെൻറ്റിനെ മാറ്റിക്കൊണ്ട് അതേ ജനാധിപത്യ രീതി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഗവൺമെൻറ്റിനെ അവർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പാഠമാണ്. അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കെതിരായിട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ അവരെ മാറ്റി പുതിയ ആളുകളെ അവിടെ സ്ഥാപിക്കും എന്നുള്ള ഒരു പാഠമാണ് ടുണീഷ്യയിലൂടെ ജാസ്മിൻ റവല്യൂഷനിലൂടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ടുണീഷ്യയിൽ എന്താ സംഭവിച്ചത്? ഗവൺമെൻറ് ഓവർത്രോൺ ഓൺ January 14, 2011. പ്രസിഡന്റ് Abidine Ben Ali flees into exile. Elections for a constituent assembly held on October 23, 2011. ഈ ഒരു സംഭവം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്നു. ടുണീഷ്യയിലും ഈജിപ്തിലും ലിബിയയിലുമൊക്കെ തന്നെ ഇതിൻ്റെ ഒരു തുടർച്ച സംഭവിക്കുന്നു. You can see in this picture the funeral of President Anwar al-Sadat of Egypt in Cairo in 1981. His assassination led to the rise of Mubarak, who was the vice president under Sadat. അൻവർ സാദത്തിൻ്റെ കാലഘട്ടത്തിൽ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന മുബാറക്കാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അൻവർ സാദത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഒരുപക്ഷെ നോബൽ പ്രൈസ് അല്ലെങ്കിൽ ഈജിപ്തിനെ അതിൻ്റെതായ ഒരു ആധുനിക രാഷ്ട്രമാക്കി മാറ്റുന്നതൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിന് മരണശേഷമാണ് വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള മുബാറക്ക് അധികാരത്തിലേക്ക് വരുന്നത്. ഇമ്പാക്റ്റ് ഓഫ് അറബ് സ്പ്രിംഗ് ഇൻ ഈജിപ്റ്റ്. അപ്പോൾ എന്താണ് ഞാൻ മുബാറക്കിൻ്റെ കാര്യം പറഞ്ഞത്? ഈ അറബ് സ്പ്രിംഗ് ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ഗവൺമെൻറ് ഓവർത്രോ ഇൻ February 11, 2011. President Hosni Mubarak steps down, faces charges of killing unarmed protesters, and elections held on November 28, 2011. Protest continued Tahrir Square. അപ്പോൾ ഹൊസ്നി മുബാറക്കിനെതിരായിട്ട് വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയും
അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥത, പക്ഷെ അദ്ദേഹം കുറേ കാലം ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയാണ്. ഈജിപ്തിൻ്റെ എന്താണ് ഫെറോവ എന്ന അർത്ഥത്തിലേക്ക് അറിയപ്പെട്ടിരുന്ന വലിയ ജനകീയ അടിത്തറയൊക്കെയുള്ള ആളായിരുന്നെങ്കിൽ തന്നെയും അവസാന കാലഘട്ടം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം അൺഡെമോക്രാറ്റിക് ആയിട്ട് മാറുക അവസ്ഥ, ഇൻഎഫിഷ്യൻസിയിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഹുസ്നി മുബാറക്കെതിരായിട്ട് ആദ്യമൊക്കെ അദ്ദേഹം നല്ല ഭരണാധികാരിയായിരുന്നു, പിന്നീട് അതിന് മാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. An anti-Mubarak protester issuing a rallying cry during a clash with the pro-Mubarak demonstrators in Tahrir Square in Cairo in February 2011. അപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാകുന്നുണ്ട്, അദ്ദേഹത്തെ എതിർക്കുന്നവരും ഉണ്ടാകുന്നുണ്ട്. രണ്ട് തരത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷങ്ങൾ സംഭവിക്കുന്നുണ്ട്. Hosni Mubarak, Egyptian leader, ousted in Arab Spring, dies at 91. 91 വയസ്സ് അദ്ദേഹം മരണപ്പെടുന്നതല്ല. Mr. Mubarak, who had been likened to a modern-day Pharaoh, was deposed in 2011 by the popular unrest in the Arab world that came to be called the Arab Spring. ഈ അറബ് സ്പ്രിങ്ങിൻ്റെ ഭാഗമായിട്ട് ഹൊസ്നി മുബാറക്ക് അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടനാവുന്നു എന്നാണ് നമുക്ക് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്താണ് ഈജിപ്തിലെ ഈ അറബ് സ്പ്രിങ്? ഇറ്റ്സ് എ പ്രോ ഡെമോക്രസി പ്രൊട്ടസ്റ്റാണ്. ഡെമോക്രസിക്ക് വേണ്ടിയുള്ള കലാപങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Social media played a significant role facilitating communication and interaction among participants of political protests. Protesters used social media to organize demonstrations, both pro and anti-government, disseminate information about their activities, and raise local and global awareness of ongoing events. ചുറ്റുപാട് നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും, ലോകത്ത് നടക്കുന്ന എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളെയും കലാപങ്ങളെയൊക്കെ തന്നെയും അവർ പഠിക്കുകയും അതുവഴി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെയും ജനങ്ങൾ അവർക്കെതിരായിട്ട് നിൽക്കുന്ന സർക്കാരുകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോ ഡെമോക്രസി പ്രൊട്ടസ്റ്റ് that happened through the social media played a significant role and facilitating communication and interaction among the participants. So this we can see in the Arab Spring. It's a pro-democracy protest that happened in Egypt. Not only in Egypt, but also in Libya, Tunisia, Syria, etc. Arab Spring started in Tunisia on 18 December 2010 after the death of Mohammed Bouazizi from Sidi Bouzid. Then spread throughout Middle East and North African countries such as Yemen, Syria, Bahrain, Algeria, Morocco, etc. as known as a domino effect. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പടർന്ന് പോയത് കൊണ്ട് അതിനെ പറയുന്ന ഡൊമിനോ എഫക്റ്റ് എന്നാണ് പറയുന്നത്. However, it is Egypt that introduced the term of Arab Spring. എന്നാൽ അങ്ങനെ ഒരു ടേം, അറബ് സ്പ്രിംഗ് ടേം കൊണ്ടുവരുന്ന ഈജിപ്തിലാണ്. To Western media after its revolution on 25th January 2011. Arab Spring started in the middle of winter, which made it seemed irrelevant if we called the event that had happened as Arab Spring. അപ്പോൾ അറബ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അത് സ്പ്രിംഗ് എന്ന് പറയാനുള്ള കാരണം വിച്ച് സ്റ്റാർട്ടഡ് in this middle of the winter. That's fine. Yet this is the term that Western media operates. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ അങ്ങനെ തന്നെ ഒരു അറബ് സ്പ്രിംഗ് തരത്തിലേക്ക് അങ്ങനെ സ്പ്രിംഗ് ആയിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. which moreover, because of the domino effect that characterizes it, the term of Arab Spring itself is also often referred to European Revolution in 1848 and 1989 by media and experts such as Henry E. Hale and Jack Hay Goldstone പോലെയുള്ള മീഡിയയിലെ എക്സ്പേർട്ടുകൾ ഇതിനെ ഈ അറബ് സ്പ്രിങ്ങിനെ അങ്ങനെ വിളിക്കാനുള്ള ഒരു കാരണം അത് ഈ യൂറോപ്യൻ റെവല്യൂഷനെ പോലെയൊക്കെ തന്നെ 1848 1989 ഉണ്ടായിട്ടുള്ള റെവല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ഇതിനെ സ്പ്രിംഗ് എന്നുള്ള പേര് കൊടുക്കാനുള്ള ഒരവസ്ഥ ഉണ്ടായത്. The effects of the Arab Spring movement were felt elsewhere throughout the Middle East and North Africa, as many of the countries in the region experienced at least minor
പ്രോ ഡെമോക്രസി പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളിലും, നോർത്ത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ തന്നെയും എല്ലാ രാജ്യങ്ങളിലും ഈ തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രോ ഡെമോക്രസി പ്രൊട്ടസ്റ്റ്, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വലിയതും ചെറുതുമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നോർത്ത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അൾജീരിയ, ജോർദാൻ, മൊറാക്കോ ആൻഡ് ഒമാൻ, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. Rulers offered a variety of concessions, ranging from the dismissal of unpopular officials to constitutional changes, in order to head off the spread of protest movement in their countries. അപ്പോൾ അൾജീരിയയിലും ജോർദാനിലും മൊറോക്കയിലും ഒമാനിലും ഒക്കെ തന്നെ, അവിടെയൊക്കെ തന്നെയുള്ള ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് കൺസെഷൻ ഒക്കെ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഈ വേവ് അല്ലെങ്കിൽ ഒരു ഒഴുക്ക് അത് പിന്നെ നിലനിൽക്കുകയായിരുന്നു. Arab Spring wave of pro-democracy protest and uprising that took place in the Middle East and North Africa, beginning in 2010 and 2011, challenging some of the region's entrenched authoritarian regimes. ഈ 2010-2011 കാലഘട്ടത്തിൽ പ്രോ ഡെമോക്രസി പ്രൊട്ടസ്റ്റായിട്ട് ആരംഭിച്ചിട്ടുള്ള ഈ മൂവ്മെൻറ്റുകൾ, അത് മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കയിലും നടന്നിട്ടുള്ള ഈ മൂവ്മെൻറ്റുകൾ, അവിടെ പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കുലുക്കമില്ലാതിരുന്ന കാരണം പല വെസ്റ്റേൺ മീഡിയസിനെ തന്നെ വലിയൊരു ഷോക്കായിപ്പോയി, പ്രത്യേകിച്ച് ഈജിപ്തിനെ സംബന്ധിച്ച്. ഹൊസ്നി മുബാറക്കിൻ്റെ കീഴിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള മിലിറ്ററിയാണ് ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കായിരുന്നു ജനങ്ങളുടെ പ്രക്ഷോഭം ഉണ്ടായത്. അപ്പം ഈ അതോറിറ്റേറിയൻ റെജിമിനെതിരായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ വരികയും ചെയ്തു. The wave began when protests in Tunisia and Egypt toppled their regimes in quick succession, inspiring similar attempts in other Arab countries. ഈജിപ്തിലും ടുണീഷ്യയിലും ഉണ്ടായിട്ടുള്ള ഈ ഒരു വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റുകളും അതിൻ്റെ വിജയം കണ്ടെത്തിയപ്പോഴത്തേക്ക് ഇത് വലിയ ഇൻസ്പിറേഷൻസ് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുകയും മറ്റ് രാജ്യങ്ങളിലെ ഈ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. നോട്ട് എവറി കൺട്രി സാ സക്സസ് ഇൻ ദ പ്രൊട്ടസ്റ്റ്. എല്ലാ രാജ്യങ്ങളും ഇതിന് വിജയം കണ്ടില്ലെങ്കിലും എല്ലാ രാജ്യത്തും ഇതിൻ്റെ മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു, പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു, കലാപങ്ങൾ ഉണ്ടായിരുന്നു. ഇത് അവർക്കൊരു പാഠമായിരുന്നു എന്ന് വേണം പറയേണ്ടി വരും. However, and demonstrators expressing their political and economic grievances were often met with the violent crackdowns by their country's security forces. ഒരുപക്ഷെ മിക്കവാറും ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളെയും മിലിറ്ററി അടിച്ചൊതുക്കിയെങ്കിൽ തന്നെയും ഒരു കലാപത്തിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലെയിം അല്ലെങ്കിൽ ഒരു തീ അതിങ്ങനെ അവശേഷിച്ചിരുന്നു നമുക്ക് പറയാം. ലിബിയയിൽ എന്താണ് സംഭവിച്ചത്? ആൻറ്റി ഗവൺമെൻറ് പ്രൊട്ടസ്റ്റ് ബിഗിൻ on February 15, 2011, leading to civil war between opposition forces and Muammar Gaddafi loyalists. Tripoli was captured and the government overthrew on August 23. Gaddafi was killed by transition forces on October 20. The assassination of Muammar Gaddafi also happened in Libya. ഇനി സിറിയയിൽ എന്ത് സംഭവിക്കുന്നു? Protests for political reforms have been ongoing since January 26, 2011, with the continuing clashes between the Syrian army and protesters. On one day in July, 136 people were killed when Syrian army tanks stormed several cities. അവിടെയൊക്കെ തന്നെ വലിയ ഡിമാൻഡുകൾ ഗവൺമെൻറ്റിനെതിരായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. വലിയ കലാപങ്ങൾ സിറിയയിൽ സംഭവിച്ചു. യമനിൽ എന്താണ്? ongoing protests since February 3, 2011. President Ali Abdullah Saleh is injured in an attack on June 4. On November 23, he signs a power transfer agreement ending his 33-year regime. അപ്പോൾ അധികാരമൊക്കെ ഒഴിവാക്കി അദ്ദേഹം പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലെ അവസ്ഥ എങ്ങനെയാണ്? ഇത്തരം പ്രൊട്ടസ്റ്റുകളും അപ്രൈസിങ്ങും റിലേറ്റഡ് ടു അറബ് സ്പ്രിംഗ് ആൾസോ took place in other countries like as well, including Algeria, Iraq, Jordan, Kuwait, Morocco and Oman. ഇവിടെയൊക്കെ തന്നെയും ഒരു ജനകീയ കലാപങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സംഘർഷങ്ങൾ, സർക്കാരുകൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ദാറ്റ്സ് എ ഫയർ.
അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. Although the protest movement in 2011 were unique in their interconnected struggle for democracy across the region, the push to end corruption and improve citizens' quality of life did not end with the Arab Spring. ഈ അറബ് സ്പ്രിംഗ് കൊണ്ട് അവസാനിക്കുന്ന ഒന്നായിരുന്നില്ല ജനങ്ങൾക്ക് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വാദവും അതിനുവേണ്ടിയുള്ള സമരങ്ങളും കറപ്ഷനും അഴിമതിയും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ആൻഡ് ഇംപ്രൂവ് സിറ്റിസൺസ് ക്വാളിറ്റി, ജനങ്ങളുടെ പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളുടെ തുടക്കം അത് 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 ഒടുക്കമാവുന്നില്ല, പിന്നെയും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നുണ്ട്. Protest continued for years to come, and an additional wave of protests took place in the Arab world in the late 2010s and early 2000. 2010 ആരംഭിച്ച സംഭവം 2020 അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ജനകീയ കലാപങ്ങൾ, സർക്കാരുകളുടെ കെടുകാര്യസ്ഥത, ഇതിനൊക്കെ എതിരായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഇപ്പോഴും നടക്കുന്നു. In February 2019, protests in Algeria toppled the government of President Abdelaziz Bouteflika. 2019 ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അൾജീരിയയിലെ ഭരണാധികാരിയെ പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. In April, Sudan's military ended the 30-year rule of President Omar al-Bashir after a month of protest. സുഡാനിൽ നിന്ന് സംഭവിച്ചു, ഇതേ സമയത്ത് തന്നെ 30 വർഷക്കാലം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഭരണം. അപ്പം ഈ അതോറിറ്റേറിയൻസ് 30 കൊല്ലമൊക്കെ ഇരുന്നെങ്കിൽ ഭരിക്കുകയല്ലേ, അവരൊക്കെ തന്നെ ഇല്ലാതാകുന്നു. 30 കൊല്ലം 15 കൊല്ലം 20 കൊല്ലമൊക്കെ ഭരിക്കാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കും, അവരെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്നുണ്ട്. Iraq and Lebanon, democracies whose polarized factions rendered the government incapable of addressing major crises, also faced massive demonstration of their own in 2019 and 20. 19 20 ഒക്കെ തന്നെയും ഇറാഖിലും ലെബനോണിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ മൂവ്മെൻറ്റുകൾ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്. Although these individual protest movements were not inspired by one another, a scale and similarity of their grievances led many observers to refer to this wave of protest as a second Arab Spring. അപ്പോൾ പലരും പറയുന്നത് ഈ ഒരു ലിബിയയിലും സുഡാനിലും ഇറാഖിലും ലെബനോണിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഈ മൂവ്മെൻറ്റിന് സമാനതകൾ പലതായതുകൊണ്ട് തന്നെയും ഒരുപക്ഷെ ഒരു രണ്ടാം അറബ് സ്പ്രിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. തീർച്ചയായിട്ടും അറബ് നാഷൻസ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കയിലും ഉണ്ടായിട്ടുള്ള അതോറിറ്റേറിയൻ റെജീംസിനെതിരായിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭം അത് 2011 ആരംഭിച്ചതാണ്. ടുണീഷ്യയിൽ ആരംഭിച്ച് ഈജിപ്തിലൂടെ കടന്ന് ബാക്കി എല്ലാ രാജ്യങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഈ മൂവ്മെൻറ്റുകൾ അവിടെയുള്ള ഭരണാധികാരികൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുവാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഒരു പ്രചോദനം നൽകുന്ന ഒന്നാണ്. സർക്കാരുകൾ ജനങ്ങൾക്കെതിരായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സർക്കാരുകളെ തൂത്തെറിയുവാനുള്ള ഒരു ഇൻസ്പിറേഷൻ നൽകി എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരം ഈ മൂവ്മെൻറ്റുകളെയും പ്രൊട്ടസ്റ്റുകളെയൊക്കെ തന്നെയും ആ ചാനലൈസ് ചെയ്യുന്നത് ഒരു പരിധിവരെ തീവ്രവാദികളും ഒരു പരിധിവരെ ലെഫ്റ്റിസ്റ്റുകളും ഒരു പരിധിവരെ സോഷ്യലിസ്റ്റുകളും ഒരു പരിധിവരെ ഡെമോക്രാറ്റുകളും ഒക്കെ തന്നെ ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ മധ്യ പൂർവേഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അനുഭവിക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയുടെയും രാഷ്ട്രീയ പ്രശ്നങ്ങളുടെയും കലാപങ്ങളുടെയും കാരണമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതാണ് അറബ് സ്പ്രിങ്ങിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത്. ഓക്കെ, താങ്ക് യു.